ബ്രൈറ്റാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ബ്രൈറ്റിൻ്റെ കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബ്രൈറ്റിൻ്റെ കമൻറ്റ് സെക്ഷൻ മാത്രമല്ല, GMM TV ഇടുന്ന പോസ്റ്റിൻ്റെ താഴെയും മുഴുവൻ ബാഡ് കമൻസ് ആണ് വരുന്നത്. ആക്ച്വലി ബ്രൈറ്റ് ഇപ്പം GMM TVയിൽ ഇല്ല. എന്നിരുന്നാൽ പോലും GMM TV ബ്രൈറ്റിൻ്റെ ഒരു പുതിയ മൂവി ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ബാഡ് കമൻസ് എന്ന് റിയാക്ട് ചെയ്യാം. നമുക്ക് ആദ്യം GMM TVയിലോട്ട് തന്നെ പോവാം. ഞാൻ ഈ കമൻസൊക്കെ നിങ്ങൾക്ക് വായിച്ചു തരാം. How to not see the content about him without unfollowing GMM? How guys? Is there anyone or should I unfollow first? ബ്രൈറ്റിനെ കുറിച്ചുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ അൺഫോളോ ചെയ്യുക GMM TVനെയും ബ്രൈറ്റിനെയും. അല്ലാതെ നിങ്ങൾക്ക് വേറൊരു വഴിയും അവിടെ കാണില്ല. ഇറ്റ്സ് നോട്ട് ഇൻ GMM എനിമോർ. വൈ ഈസ് ഇറ്റ് സ്റ്റിൽ പ്രൊമോട്ടിങ്? ശരിയാണ്, ബ്രൈറ്റ് GMM TVയിലില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ സ്റ്റിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ ആം ഓൾറെഡി ആംഗ്രി ടു സീ യുവർ റെയിൻ. ക്യാൻ യു പ്ലീസ് ഡോണ്ട് ഓൾവേസ് അപ്പിയർ ഇൻ മൈ ഹോം പേജ്? ഇതൊക്കെയാണ് വന്നിരിക്കുന്ന കമൻസ്. ഇതിലും ബാഡായിട്ടുള്ള കമൻസുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതൊന്നും ബാഡ് കമൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. പ്ലീസ് ഡോണ്ട് ഷോ അപ്പ്. ഐ ഡോണ്ട് നോ യു. അത് റിയലി ഈസ് ഫാൻ. നിങ്ങൾ ശരിക്കും ബ്രൈറ്റിൻ്റെ ഫാൻ ആയിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് വർത്ത് അഡ്വർടൈസിങ്. ജസ്റ്റ് ഓപ്പൺഡ് IG ആൻഡ് സഡൻലി അപ്പിയർഡ് സെല്ലിംഗ് ക്ലോത്ത്സ് ഓൺ Facebook. Do you know I cried for you until my eyes become panda shit? ഒരുപാട് ഫാൻസ് ബ്രൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫാൻസ് ഹേറ്റ് കമൻസ് ഇടുന്നുണ്ട്. 2 ദിവസം മുമ്പ് ഞാൻ ഇഷ്ടംപോലെ ഹേറ്റ് കമൻസ് ഇതിൻ്റെ അകത്ത് കണ്ടതാണ്. He should learn how to act again. The acting is very bad and ruined the movie. സീരിയസ്ലി, ഞാൻ കണ്ടില്ല ആ ഒരു മൂവി. ശരിക്കും പറഞ്ഞതാണ്, ആ ഒരു മൂവി കൊള്ളത്തില്ല എന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. മൂവി ഞാൻ കണ്ടിട്ടില്ല, കാണുന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. I'm so disappointed. Please don't post it all the time. You are lazy. If tomorrow it's still like this, I will unfollow you first for a while, so I will not see his face first. People don't want to see his face just because he's dating a girl. It's boring to see this person. I'm bored seeing his face. ബ്രൈറ്റിനെ കുറിച്ച് പറഞ്ഞ ഒരു കമൻ്റാണ്. The one in front doesn't have a head. What do you mean? The flop movie from a bad male main actor. I'm tired of seeing his mouth. I did rather watch Win. Why does it always appear? I don't want to see his face. Don't make me unfollow GMM TV too because of you. ബ്രൈറ്റിനെ ഇപ്പോൾ ഒരുപാട് പേര് അൺഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. GMM TV ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായും GMM TVനെയും ഒരുപാട് പേര് അൺഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. എനിക്കറിയില്ല, പല കമൻസും GMM TV എന്നെ റിമൂവ് ചെയ്തെന്നാണ് തോന്നുന്നത്. 2 ദിവസം മുമ്പ് ഇഷ്ടംപോലെ ബാഡ് കമൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രൈറ്റിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കാം. ആക്ടിങ് ടു ടെറിബിൾ ലെവൽ. Disappointed for 3 days. Is it okay? It's disgusting when you feel like someone betrayed you, but you still consider that person warm. Since you ditched Mitavan, I ditched you too. Hey. So many fans are heartbroken. Don't you care about them? So is that why he left GMM to get into a relationship with her? He didn't tell us about their relationship because he was in GMM with Win, and now he left just because for her. So that's why. Why you so confident? Your voice hurting my ears. Unfollow. We really hate you, Bright. Please cancel Bright in the Instagram because he is problematic right now. ഞാനിപ്പോൾ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞ എല്ലാ കമൻറ്റും വന്നതാണ്.
Bright, you just broke a million's heart. You're handsome bro, but why choose problematic one? You come back from selling clothes again on Facebook. Please explain before I am overly disappointed. ഇനി അതിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് എല്ലാവർക്കും? 4 years is like a joke. This is so weird. Why can't you guys accept Vin is his best friend just because they acted in a BL series together? Doesn't mean they have to be together. Honestly, why all are so dramatic? And for the people saying, gonna unfollow you now, do it. No one cares, right? ബാഡ് കമൻസ് ഇടുന്ന ഫാൻസിനെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ ജസ്റ്റ് ഒരു BL സീരീസിൽ അഭിനയിച്ച് എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ അല്ലായിരുന്നു. ഇവർ നല്ല ഫാൻ സർവീസ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. റിയൽ കപ്പിൾസ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഫാൻ സർവീസ് മാത്രമാണെന്ന്. എന്നാൽ ഈ ഓവറായിട്ട് ഇവരെയൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇത് കേട്ടപ്പോൾ 2 അല്ല 3 അല്ല എത്ര ദിവസം കഴിഞ്ഞാലും അവർക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ബാഡ് കമൻസുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ കുറച്ച് കമൻസ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ബാഡ് കമൻസ് വന്നിട്ടുണ്ട്. ബാഡ് കമൻസ് എനിക്ക് തോന്നുന്നു പലതും GMM TV ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. എന്നാലും ഒരുപാട് ഇപ്പോഴും ഉണ്ട്. ബ്രൈറ്റ് ഒരു ഗേളിനെ ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ബ്രൈറ്റിനെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ 1-2 ദിവസം എല്ലാവർക്കും കുറച്ച് ദേഷ്യവും പിണക്കവും എല്ലാ കാര്യങ്ങളും കാണും. എന്നിരുന്നാൽ പോലും കുറച്ച് കഴിഞ്ഞിട്ട് ബ്രൈറ്റിനെ സപ്പോർട്ട് ചെയ്യുക. ബ്രൈറ്റ് നല്ലൊരു ആക്ടർ തന്നെയല്ലേ. ആക്ച്വലി ഒരു റിയൽ ഫാനിന് ഒരിക്കലും ഇങ്ങനെ വന്ന് ഒരുപാട് ബാഡ് കമൻസ് ഇട്ട് ഒരുപാട് നാളിങ്ങനെ വെറുക്കാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് ന്യൂയി. ഇപ്പം ന്യൂയിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമം തോന്നും. ഞാൻ നല്ല സാഡാകും എന്ന് കരുതി ഞാനൊരിക്കലും ന്യൂയിനെ കുറച്ച് മോശമായിട്ട് പറയാനോ ന്യൂയിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കയറി തെറി വിളിക്കാനോ നിൽക്കത്തില്ല. ഞാൻ ന്യൂയിയെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ന്യൂയിയുടെ സന്തോഷമാണ് വലുത്. കാരണം ഞാൻ ന്യൂയിയുടെ ഒരു വലിയ ഫാനാണ്. ഒരു റിയൽ ഫാൻ എന്തായാലും ഇങ്ങനെയേ ചിന്തിക്കുകയുള്ളൂ, ഇങ്ങനെയേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇത് റിയൽ ഫാൻസ് ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഇവർക്കൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു വിഷമവും പരിഭവങ്ങളും എല്ലാം മാറി ബ്രൈറ്റിൻ്റെ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രൈറ്റ് ഇപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം റിവീൽ ചെയ്യേണ്ടായിരുന്നു. ഈ ഒരു മൂവിയുടെ ആ ഒരു പ്രമോഷനും മൂവിയൊക്കെ റിലീസായി 1 മാസം കൂടി കഴിഞ്ഞിട്ട് റിവീൽ ചെയ്താൽ മതിയായിരുന്നു. എങ്കിൽ കുറച്ചുകൂടി ആ ഒരു മൂവിക്ക് വിജയം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ മൂവിയുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പ്രമോഷൻ ടൈമിൽ അവരിട്ട വീഡിയോയുടെയും പോസ്റ്റിൻ്റെയൊക്കെ താഴെ ഇഷ്ടംപോലെ ബാഡ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. കമൻസ് മുഴുവനൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ കുറച്ചേ വായിച്ചിട്ടുള്ളൂ. ബ്രൈറ്റിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു തുടക്കം ഇത് അറിഞ്ഞ ടൈമിൽ. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ബ്രൈറ്റിൻ്റെ ലൈഫാണ്, ബ്രൈറ്റാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, ബ്രൈറ്റാണ് ജീവിക്കേണ്ടത്. അതിലൊന്നും നമുക്കൊന്നും യാതൊരു അധികാരങ്ങളുമില്ല പറയാനായിട്ട്. ബ്രൈറ്റിൻ്റെ മൂവി നല്ലതാണെങ്കിൽ, ബ്രൈറ്റിൻ്റെ ഡ്രാമാസ് നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കണം? ഇനി ബ്രൈറ്റ് വേറൊരു BL ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കണം? സപ്പോർട്ട് ചെയ്യുക, ഇതിലൊന്നും യാതൊരു പ്രശ്നവും. പക്ഷേ ഇനി ഫാൻ സർവീസ് ചെയ്യരുത്, എനിക്ക് അത്രയേ ഉള്ളൂ. അതായത് ഞാനും എൻ്റെ BL ആക്ടറും തമ്മിൽ ഇപ്പോൾ ഭയങ്കര വലിയ റിലേഷൻഷിപ്പിലാണ്, ഞങ്ങൾ നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ അവരുടെ അടുത്ത്. ഈ ഒരു മൂവി ചെയ്തത് ബ്രൈറ്റ് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കണക്കാക്കുക, മനസ്സിലാക്കുക. ബാഡ് കമൻസ് ഒക്കെ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. കാരണം നിങ്ങൾ ബ്രൈറ്റിൻ്റെ ഫാൻസ് ആയിരുന്നല്ലോ. ഇപ്പം അല്ലെങ്കിലും റിയൽ ഫാൻസ് ഒരിക്കലും ഇങ്ങനെ ഒരുപാട് നാൾ ബാഡ് കമൻസ് ഇട്ടത് അതേ പറഞ്ഞ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. GMM TVയുടെ കമൻറ്റ് സെക്ഷനിൽ ഞാനും 2 കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഈ സെയിം കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ താഴെ എനിക്കും 2-3 കമൻസ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞത്
2020 എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ സംസാരിക്കുന്നത് എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. 2020 എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല. പറയാനുണ്ടെങ്കിൽ ഒരു വലിയ കഥയുണ്ട് എന്നാണ് ആ ഒരു കുട്ടി പറഞ്ഞത്. ഞാൻ ചോദിക്കാനും പോയില്ല. എനിവൈസ്, പറ്റുന്നവരൊക്കെ ബ്രൈറ്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരിക്കലും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ഫാൻസ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ വിന്നിൻ്റെ കാര്യവും. വിന്ന് ഹാപ്പിയാണ്. വിന്നിന് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് വീഡിയോസൊക്കെ ഇനി ഇറങ്ങും വിന്നിന് ഭയങ്കര വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മൈൻഡ് ചെയ്യരുത്, കാരണം അതൊക്കെ വെറും ഫേക്കാണ്. അങ്ങനെയൊന്നുമില്ല. വിന്നു ഹാപ്പിയാണ്, ബ്രൈറ്റും ഹാപ്പിയാണ്. രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ബ്രൈറ്റും വിന്നു ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെപ്പോഴും ഒരുമിച്ച് കാണുമെന്നൊക്കെ. അതവർക്ക് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ദേഷ്യം എനിക്കുണ്ട്. ഇപ്പം ബ്രൈറ്റും വിന്നും പരസ്പരം കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാതെയാണ് പോകുന്നത്. നമ്മുടെ ഓമും നാനോനും എങ്ങനെയാണോ നടക്കുന്നത് അത് കണക്ക് തന്നെയാണ് ഇവരിപ്പോൾ നടക്കുന്നത്. അവർ പരസ്പരം നോക്കുന്ന പോലും ഇല്ലായിരുന്നു. ചിലപ്പോൾ പബ്ലിക്കലി അങ്ങനെ നോക്കാനും സംസാരിക്കാനുമുള്ള ഒരു മടി കൊണ്ടായിരിക്കാം. ഇവർ പരസ്പരം മിണ്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളവരെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ബാഡ് കമൻസ് ഇട്ടുകൊണ്ടിരുന്ന് കേട്ടാൽ ഇവർക്ക് ആ ഒരു പ്രോമിസ് പാലിക്കാൻ പറ്റത്തില്ല. സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ, ബൈ ബൈ.